ഇന്ത്യ-US വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. കരാർ ആത്യന്തികമായി ഇന്ത്യൻ കർഷകരെ സഹായിക്കും. അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പ്രശ്നം സൃഷ്ടിക്കില്ല. 2 പേജുള്ള രേഖയിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾ പിൻവാങ്ങുന്നു. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറുന്നത്. The joint statement, it says India intends to purchase $500 billion of US energy products. If in the next 5 years we don't grow rapidly, how will we ever achieve $30 trillion economy? And we are convinced that for the next 20-25 years, India will be the fastest growing large economy on the earth. വിവരങ്ങളുമായി അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഏറ്റവും താഴേക്കിടയിൽ പോലും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ആശങ്കകളും ചർച്ചകളും സജീവമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഒരു പ്രതികരണം വരുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നത് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വന്ന മറ്റൊരു വാർത്തയായിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾ പിൻവാങ്ങുന്നു എന്നത്. എന്താണ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കും. ശ്രീനിധി, ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ആശങ്ക അറിയിക്കുന്നത് കർഷകരാണ്. കാരണം അവർ പറയുന്നത് ക്ഷീര മേഖലയടക്കം ഇത് സാരമായി ബാധിക്കുമെന്നുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പറയുന്നത് ഈ കരാർ, ഇന്ത്യ-US വ്യാപാര കരാർ ആത്യന്തികമായി അത് കർഷകരെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനോടകം തന്നെ $55 ബില്യൺ കാർഷിക മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. US വിപണി അത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറെ ആശങ്ക ഉയർത്തിയ ഒരു വിഷയമായിരുന്നു US-ൽ നിന്ന് $500 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട. എന്നാൽ അത് യാതൊരുതര പ്രശ്നങ്ങളും സൃഷ്ടിക്കില്ല എന്നാണ് വാണിജ്യ മന്ത്രി പ്രതികരിക്കുന്നത്. വ്യാപാര കരാറിൽ ഇന്ത്യൻ കർഷകരെ പൂർണ്ണമായും സംരക്ഷിക്കും. സംയുക്ത പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അതിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് 2 പേജുള്ള രേഖയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നൊരു പ്രതികരണമാണ്. ഒപ്പം തന്നെ UPA കാലത്തെ വ്യാപാര കരാറുകളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. UPA കാലത്തെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ ദോഷകരമായി ബാധിച്ചു എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. വിപണികളിലേക്ക് ഇന്ത്യക്ക് പരിമിതമായ പ്രവേശനം മാത്രമേ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്ഥിതിയാകെ മാറി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രതികരണം നടത്തുമ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ എന്താണ് ഇന്ത്യയുടെ തീരുമാനം എന്ന സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോഴുമില്ല. കാരണം നേരത്തെ തന്നെ ഇന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് പങ്കുവയ്ക്കുന്നത്. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറ്റം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ എണ്ണ കമ്പനികളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ റഷ്യൻ വ്യാപാരികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓഫറുകൾ സ്വീകരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നത്. പക്ഷേ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മാർച്ചിൽ വിതരണം ചെയ്യാനുള്ള റഷ്യൻ എണ്ണകൾ ആ വിതരണം ഉണ്ടാകും എന്ന കാര്യം കൂടി പങ്കുവയ്ക്കുന്നു. പക്ഷെ ഇപ്പോഴും എന്താണ് ഇന്ത്യയുടെ തീരുമാനം? റഷ്യൻ എണ്ണ തുടർന്നും വാങ്ങുമോ, അതോ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു സ്ഥിരീകരണം വരേണ്ടത്. നേരത്തെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമെന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.